യെസ്, ഒരു വിഭാഗീയത എന്ന കൊടുങ്കാറ്റിൽ തലസ്ഥാനത്തെ AKG സെന്റർ ആടി ഉലയുന്നുണ്ട് വല്ലാതെ. കപ്പിത്താനും ആടി ഉലയുന്നുണ്ട്. അതെ. തെരഞ്ഞെടുപ്പെടുത്തതോടെ CPM-ലെ വിഭാഗീയത പരസ്യപ്പോരിലേക്ക് വരികയാണ്. സുധാകരനെ അപമാനിച്ചതും പാലക്കാട്ടെ വിമത ഗ്രൂപ്പും KK ശൈലജയുടെ മണ്ഡലമാറ്റവും പിണറായി വിജയൻ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നതുമൊക്കെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒപ്പം ചേരുന്നു. പ്രശാന്ത്, നോക്കൂ, സാധാരണ നമ്മൾ കാണാത്തതാണ്. ഒരുപക്ഷെ VS-ൽ നമ്മൾ കണ്ടിട്ടുണ്ട്. VS-ന് സീറ്റ് കൊടുക്കാതെയാകുന്നു, VS-നെ ഹീറോ പരിവേഷത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അത് ആളിക്കത്തുന്നു, പിന്നെ VS-ന് സീറ്റ് കൊടുക്കുന്നു, ഒരു ഇമേജ് ഉണ്ടാക്കുന്നു, ജയിപ്പിക്കുന്നു. ഒരു തവണ VS-നെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ച് VS-നെ മാറ്റി നിർത്തി പിണറായി മുഖ്യമന്ത്രിയാകുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ പഴയതുപോലൊന്നുമല്ലല്ലോ. ഇന്നലെ PK ശശിയുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു വലിയ കൺവെൻഷൻ ഒരിടത്ത് നടക്കുന്നു. ജില്ലാ നേതൃത്വത്തിനെ കള്ളുകച്ചവടക്കാരൻ എന്ന് വരെ വിളിച്ച് ആക്ഷേപിക്കുന്നു. അങ്ങനെ പാലക്കാട് വലിയ പ്രശ്നത്തിലാണ്. അവിടെ നെടുകെ പിളരുമോ പാർട്ടി എന്ന ചോദ്യം നമ്മൾ ഇന്നലെ ഉയർത്തി. ഇതിപ്പോൾ ശൈലജയുടെ കൂടുമാറ്റം, MV ഗോവിന്ദൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നത്, പിണറായി വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത്, സുധാകരനെ മാറ്റി നിർത്തുന്നത്, അങ്ങനെ പ്രശ്നങ്ങൾ മാത്രമാണല്ലോ CPM-ൽ. വല്ലാത്ത പ്രതിസന്ധിയിലോ പാർട്ടി? തെരഞ്ഞെടുപ്പ് അടുത്ത സമയം മുതൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ CPM ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൂടി കടക്കുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള അസാമാന്യമായ സാഹചര്യമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലുള്ളത് എന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം വലിയ രീതിയിലുള്ളൊരു വിമതശല്യം പാർട്ടിയെ അലട്ടുന്നുണ്ട്. അത് പാലക്കാടായാലും ശരി, കണ്ണൂരായാലും ശരി, ഇത് വളരെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. നമുക്കറിയാം, നേരത്തെ കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവിൻ്റെ വെളിപ്പെടുത്തലും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും ഇത് വലിയ രീതിയിലൊരു കൺവെൻഷൻ നടത്തുകയും അവിടേക്ക് CPM പാർട്ടിയിൽ തന്നെയുള്ള ജനങ്ങൾ തടിച്ചുകൂടുകയും ഒക്കെ ചെയ്തതെല്ലാം വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം മുന്നോട്ട് പാലക്കാടേക്ക് വരുന്നു. പാലക്കാടേക്കും ഇത്തരത്തിൽ വലിയ രീതിയിൽ വിമതശല്യം വരുന്നു. ജില്ലാ സെക്രട്ടറിക്കെതിരെ പ്രതിഷേധവുമായി മുതിർന്ന നേതാക്കളടക്കം എത്തുന്നൊരു സാഹചര്യം. കച്ചുകടക്കാരൻ എന്നടക്കമുള്ളവ ആക്ഷേപിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടെയും തടിച്ചു കൂടുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങോട്ട് വരുമ്പോൾ പല കാര്യങ്ങളിൽ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് സുധാകരൻ വിഷയം തന്നെയാണ്. കാരണം മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പാർട്ടി അംഗത്വം പുതുക്കില്ല എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട്, അതായത് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ വലിയ രീതിയിലുള്ള അവഗണന സുധാകരൻ നേരിടുന്നു. മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സുധാകരന് സാധിച്ചിരുന്നെങ്കിൽ പോലും തുടർന്ന് ഇങ്ങോട്ട് രണ്ടാമതൊരു അവസരം നൽകിയില്ല. പിന്നീട് SDPIയുടെ ഒരു പിന്തുണയോടുകൂടി തന്നെയുള്ള ഒരാളെ അവിടേക്ക് മത്സരിപ്പിക്കുകയും SDPIയുടെ പിന്തുണയുള്ള ആളാണെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയരുകയും SLാമിനെ അവിടെ മത്സരിപ്പിക്കുകയും സുധാകരനെ വെട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് പരസ്യ പ്രതികരണങ്ങൾ പലതവണ സുധാകരൻ നടത്തിയതാണ്. എന്നാൽ തുടർന്നും ഇത്തരത്തിൽ സുധാകരനെ അവഗണിക്കുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് സർക്കാരിൻ്റെ, അതായത് CPM-ൻ്റെ ഭാഗത്തുണ്ടായത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രായപരിധിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുധാകരനെ മാറ്റി നിർത്തിയത്. എന്നാൽ ആ പ്രായപരിധി മുഖ്യമന്ത്രിക്ക് ബാധകമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. 70 വയസ്സ് കഴിഞ്ഞവരെ ഇത്തരത്തിൽ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വലിയ രീതിയിൽ CPM-നുള്ളിൽ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. തുടർന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ 80 വയസ്സ് കഴിഞ്ഞ മുഖ്യമന്ത്രി ഇത്തവണയും ധർമ്മടത്ത് മത്സരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ഇപ്പോൾ എടുത്തു പറയേണ്ടതും. അതുതന്നെയാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് പ്രായപരിധി ബാധകമല്ല, മറ്റുള്ളവരെല്ലാം മാറ്റുന്നു, പിണറായിയെ ആ സ്ഥലത്ത് വീണ്ടും ഇത്തരത്തിൽ മത്സരിപ്പിക്കാൻ അനുമതി പാർട്ടി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നു. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് KK ശൈലജയാണ്. KK ശൈലജയും കഴിഞ്ഞ ഈ കോവിഡ് കാലത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നൊക്കെയാണ് ഈ CPM തന്നെ അവകാശപ്പെടുന്നത്. CPM-ൻ്റെ തന്നെ PR പരസ്യങ്ങളിലെല്ലാം കോവിഡ് പരിചരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ KK ശൈലജയുടെ പേരുകളൊക്കെ വലിയ രീതിയിൽ ആ സമയത്ത് പരാമർശിച്ചതാണ്. ടീച്ചർ അമ്മ എന്നതടക്കമുള്ള പരിവേഷങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് അവർ PR വർക്കൊക്കെ നടത്തിയത് CPM. എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് KK ശൈലജയെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ തവണ KK ശൈലജയ്ക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നു. മറ്റൊരു കാര്യം, MV ഗോവിന്ദൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാൻ ഇറക്കുന്നതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു കുടുംബാധിപത്യത്തിലേക്കൊക്കെ പാർട്ടി നീങ്ങുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിയെ ബംഗാളിലേക്ക് സ്ഥിതിയിലേക്ക് എത്തിക്കുമെന്നടക്കമുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിലൂടെ കടക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി CPM സൃഷ്ടിക്കും. നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് CPM എന്ന് പറയുന്നത്. പാർട്ടി
തുടർഭരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ സംശയമുണ്ട്. മാത്രമല്ല ജനങ്ങൾ പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ CPM വിരുദ്ധ സമീപനമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പരാജയങ്ങളിലെല്ലാം വലിയ രീതിയിൽ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരവും ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമീപനം ഈ CPM-ൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ അണികൾക്കിടയിൽ തന്നെ അല്ലെങ്കിൽ പ്രാദേശിക ഘടകങ്ങൾക്കിടയിലും നേതാക്കൾക്കിടയിലുമെല്ലാം വലിയ രീതിയിൽ ചർച്ചയെക്കൊണ്ട് പ്രതിഷേധങ്ങളുണ്ട്. ഇതിനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പാലക്കാടിൻ്റെ വിഷയം ചെറുതായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് തെരഞ്ഞെടുപ്പ് കൂടി ആകുന്നതോടുകൂടി അത് ആളിക്കെത്തുകയും പാർട്ടിയെ തന്നെ വിഴുങ്ങുന്ന നിലയിലേക്ക് എത്തും എന്നും ആണ് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഇപ്പോൾ CPM രൂപപ്പെടുന്നു. അത് മുഖ്യമന്ത്രി രണ്ടാമത് മത്സരിക്കുന്നതും MP ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഇതിൽ പ്രശാന്ത്, വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഏതു പ്രശ്നവും പരിഹരിക്കാനുള്ള സാധ്യതകൾ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ CPM-ൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, G. സുധാകരൻ്റെ ഇടഞ്ഞു നിൽക്കൽ, പാലക്കാട്ടെ വിമത പ്രശ്നം, അങ്ങനെ ആലപ്പുഴയിൽ വലിയ പാർട്ടിക്കുള്ളിൽ വലിയ വിഭാഗീയത നിലനിൽക്കുന്നു. ഇങ്ങനെ കേരളത്തിലുടനീളം നിലവിലുണ്ടായിരിക്കുന്ന CPM-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തതോ? കൃഷ്ണരാജ്, ഈ വിഷയത്തിൽ പരിഹരിക്കുവാൻ വലിയ പണിപ്പെടേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കാരണം ആ രീതിയിലേക്ക് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. കാരണം പലപ്പോഴും പല പ്രാദേശിക ഘടകങ്ങളിൽ നിന്നായാലും ശരി, നേതാക്കളിൽ നിന്നായാലും ശരി, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നേതൃത്വത്തിന് ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെയാണ് കാരണം. ഇത്തരത്തിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ന്യായമായ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് സുധാകരനെ മാറ്റി നിർത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. മാത്രമല്ല KK ശൈലജയെ മാറ്റി നിർത്തുന്നതിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല. പാലക്കാട് വിഷയത്തിൽ എന്തുകൊണ്ട് പാർട്ടിക്കൊരു സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ പാർട്ടി വിട്ടു പോകുന്ന നിലയിലേക്കൊക്കെ എത്തുകയും അവിടെ അല്ലെങ്കിൽ CPM-നെ തന്നെ വിമർശിച്ചു കൊണ്ടുവരുന്ന പരസ്യ വിമർശനങ്ങളൊക്കെ നടത്തേണ്ട നിലയിലേക്കൊക്കെ എത്തിയതെല്ലാം നേരത്തെ സമവായ ചർച്ചകൾ നടത്താത്തതിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രാദേശിക ഘടകങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കളെല്ലാം വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും സമവായങ്ങൾക്കും ഒടുവിലെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും CPM-ൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ വിഭാഗീയതയ്ക്ക് അറുതിയില്ലാത്ത നിലയിലേക്ക് വലിയ രീതിയിലേക്ക് CPM-നെ തന്നെ വീഴുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. നേതാക്കൾക്കിടയിലും CPM വലിയ പ്രതിസന്ധിയിലാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്തത്ര വിധം പ്രതിസന്ധിയിലാണ്. കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം എത്ര പ്രധാന നേതാക്കൾ, പ്രമുഖ നേതാക്കൾ, G. സുധാകരൻ, അജിത്ത്, 2 മുൻ MLA-മാർ പാർട്ടി വിട്ട് BJP-യിൽ പോയി. ഇപ്പോൾ നോക്കൂ, G. സുധാകരൻ UDF-ന്റെ സ്വതന്ത്രനാകുമെന്ന് കേൾക്കുന്നു. 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏറ്റവും മികച്ചൊരു മന്ത്രിയായിരുന്നു എന്ന് പേരെടുത്ത ആളാണ്. അദ്ദേഹം പോകാനിരിക്കുന്നു. മറുവശത്ത് PK ശശി പോയി. അങ്ങനെ വലിയൊരു വിഭാഗം. ഇപ്പോൾ PK ശശി ഒരുപക്ഷെ പാല് കൊടുത്ത കഴിക്കാൻ തിരിഞ്ഞോത്തിന്നും കൂടി പറയേണ്ടി വരും. ഏതായാലും പാർട്ടി വലിയ പ്രതിസന്ധിയിലാണ്. ഇതൊന്നും പരിഹരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല CPM-ൽ പ്രത്യേകിച്ച്. അതായത് CPM ഒറ്റക്കെട്ടായി നിന്നാൽ ഒറ്റക്കെട്ടാണ്, പക്ഷേ ഇടഞ്ഞാൽ അവരുടെ നിലപാടിൽ മാറ്റമില്ലാത്തവരുമാണെന്ന് പഴയ കഥ, പുതിയതല്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.